ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പഠിത്തമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് കേട്ടോ. സ്റ്റഡി വ്ളോഗ് ഇനി ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. കാരണം നമ്മളിപ്പോൾ നല്ല രീതിയിൽ തന്നെ ചാനൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ SCERTയുടെ സീരീസൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചാണ്. പക്ഷേ തുടരെ നിങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതിരിക്കാനായിട്ട് എനിക്ക് പറ്റണില്ല. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഒരു സ്റ്റഡി വ്ളോഗ് ഇടാമെന്നുള്ളത് വിചാരിച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം, എങ്ങനെയാണ് ഞാൻ മാർക്ക് കൂട്ടിയത്, എങ്ങനെയാണ് ഞാൻ പഠിക്കുന്നത്, അതുപോലെ തന്നെ തുടക്കക്കാരായിട്ടുള്ളവർ എങ്ങനെ പഠിക്കണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, മാറി വന്ന പരീക്ഷയുടെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ. മെസ്സേജ് മീൻസ് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ സ്റ്റഡി വ്ളോഗ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, തുടക്കക്കാരെങ്ങനെ പഠിക്കണം, ഞാൻ എങ്ങനെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വന്നാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതുപോലെ നിങ്ങൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത്, ഓക്കെ, ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ സിലബസ് ഉണ്ടാവും അല്ലേ, അതിൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ എൻ്റെ പ്രിൻ്റ് ഔട്ട് ഇവിടെ ഉണ്ട്, കാണാനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ലാപ്പിൽ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്, ജസ്റ്റ് ഇതുപോലൊരു പ്രിൻ്റ് നമ്മൾ എടുത്ത് വെക്കുക. പ്രിൻ്റ് എടുത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം സിലബസുമായിട്ട് നിങ്ങളൊന്ന് പരിചയപ്പെടണം അല്ലേ. സിലബസായിട്ട് നിങ്ങൾ എങ്ങനെയാണ് പരിചയപ്പെടേണ്ടത്, ടോട്ടൽ മാർക്ക് 100 മാർക്കിനാണ് ഓരോ ടോപ്പിക്കിനും അല്ലേ, ഓരോ ടോപ്പിക്കിനും എത്ര മാർക്ക് വിഹിതമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ആദ്യം നോക്കുക. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചില വ്യത്യാസങ്ങളുണ്ട് എന്നല്ലാതെ, കുറച്ച് മാർക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നല്ലാതെ ഇവ തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ അതാണ് സത്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ സിലബസിനെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമ്മുടെ LD ക്ലർക്കിൻ്റെ, ഇപ്പോൾ ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന LD ക്ലർക്കിൻ്റെ ഒരു സിലബസാണ്. അപ്പോൾ ഞാനൊക്കെ പഠിച്ചൊരു സിലബസാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് ഇതാണ് നമ്മളിന്ന് വിശദമായിട്ട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നമ്മുടെ ചരിത്രം, ഭൂമിശാസ്ത്രം, എക്കണോമിക്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, കേരളം, അതുപോലെ തന്നെ ജീവശാസ്ത്രം, നമ്മുടെ ഭൗതികശാസ്ത്രം, സയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബാക്കി കമ്പ്യൂട്ടർ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ചരിത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ടായിട്ട് മാർക്ക് കൂടുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അല്ലേ. മാർക്ക് കൂടുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്, കറണ്ട് അഫെയർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാത്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, നമ്മുടെ മലയാളം ഉണ്ട് അല്ലേ. ഈ ഒരു 4 ടോപ്പിക്സ്, ഈ ഒരു 4 ടോപ്പിക്സിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് എന്ന് പറയുന്നത് ടോട്ടൽ 50 മാർക്കാണ് അല്ലേ. 50 മാർക്കാണ് ടോട്ടൽ. നിങ്ങൾ എത്രയാണ് സ്കോർ ചെയ്യുന്നത്, 50 മാർക്കാണ് അല്ലേ. ഇത്രയും നോക്കൂ, നിങ്ങൾ ഇവിടെ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾക്ക് 50 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നോക്കൂ, ഇവിടെ ജസ്റ്റ് ഒരു 4 ടോപ്പിക്കേ നിങ്ങൾക്ക് വരുന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് 50 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ തോട്ട്സും ആണ് കേട്ടോ. ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഇത് പറ്റണം എന്നില്ല, എല്ലാവർക്കും ഇത് അക്സെപ്റ്റബിൾ ആവണമെന്നുമില്ല, ചിലവർക്ക് ഇത് എതിരഭിപ്രായമായിരിക്കാം. ഞാൻ പറയുന്നത് ഞാൻ പഠിച്ച രീതിയും അല്ലെങ്കിൽ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രീതിയും ഞാൻ എൻ്റെ മാർക്ക് എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തത് ആ ഒരു രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 50 മാർക്സ് നിങ്ങൾക്ക് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ PSC എക്സാമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ നിങ്ങളെ നല്ലൊരു റാങ്കിൽ എത്തിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയുന്നതോ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു കീ എന്ന് പറയുന്നത് ഈ 4 എണ്ണം ആണെന്നുള്ളത് ഞാൻ പറയും. ഓക്കെ, കാരണം എന്താണ്, കാരണം ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ഈ 50 മാർക്ക് സ്കോർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് വെറും ഈ ഒരു 4 ടോപ്പിക് കൊണ്ട് നമുക്ക് പറ്റും. അപ്പോൾ ഈ 4 ടോപ്പിക്ക് മാത്രമല്ല, ഇത്രയും കാര്യങ്ങളല്ലേ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും മാർക്ക് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു PSC ജോലി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട സോഴ്സസ് ഏതൊക്കെയാണ്, സോഴ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്, യൂട്യൂബ് അല്ലേ, അതുപോലെ ടെലിഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ
സെൽഫ് നോട്ട് എഴുതി ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സെൽഫ് നോട്ട് എല്ലാവരും എഴുതി പഠിക്കുന്ന ആൾക്കാരല്ല, ഞാൻ എഴുതുന്ന ആളാണ്. സോ അതുകൊണ്ട് എനിക്കത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ സെൽഫ് നോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, അതുപോലെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഏതാണ്? വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം SCERT. ഏതാണ്? SCERT അല്ലേ? SCERT ആണ് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇന്ന് PSC എക്സാമിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എന്താണ്? SCERT ബുക്കുകളാണ് അല്ലേ? ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ SCERT, അതുപോലെ തന്നെ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സസ്, നമ്മുടെ യൂട്യൂബിലൊന്നും ഇപ്പോൾ നമ്മൾ പൈസ പോലും അടയ്ക്കാതെ തന്നെ നമുക്ക് ഫ്രീ ക്ലാസ്സസ് തരുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് ആനുകാലിക വിഷയങ്ങളല്ലേ. ആനുകാലിക വിഷയങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? അതായത് ഒരു 3 വർഷത്തെ എന്ന് പറയുമ്പോൾ കറണ്ട് ഇയർ അല്ലേ, 2025, 24, 23, ഈ ഒരു 3 വർഷത്തെ, അതായത് നമുക്ക് കഴിഞ്ഞ 2 വർഷത്തെ നമുക്ക് ബുക്സ് മേടിക്കാനായിട്ട് നമുക്ക് കിട്ടും. നല്ലൊരു അക്കാദമിയുടെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ബുക്ക് നിങ്ങൾ മേടിക്കുക. അതുപോലെ ഇപ്പോൾ ഈ 2025 ആണെന്നുണ്ടെങ്കിലും എഴുതിയെടുക്കുന്ന ഒരു ശീലം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം എന്താണ്? നമ്മുടെ ഈ ടെലിഗ്രാം ചാനൽസിലൊക്കെ ഡെയിലി ന്യൂസ് പേപ്പറിൽ വരുന്ന കറണ്ട് അഫെയർസും കാര്യങ്ങളും ഉണ്ടല്ലോ, അത് ഇങ്ങനെ ആ ഒരു കട്ട് ചെയ്തിട്ട് അവർ അങ്ങനെ ചാനൽസിൽ ഇട്ട് തരാറുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഓരോ നോട്ടിലായിട്ട് നിങ്ങൾ എഴുതി പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മിസ്സാവില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഡെയിലി മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ പഠിക്കുന്ന സമയത്ത് എത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒരു 1 hour അല്ലെങ്കിൽ ½ an hour നിങ്ങൾ ഈ 4 ടോപ്പിക്കിനായിട്ട് നിങ്ങൾ മാറ്റിവെക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു മലയാളം മീഡിയം ഒക്കെ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മലയാളം നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, മലയാളം മീഡിയം ഒക്കെ പഠിച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ മലയാളം നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. പകരം ഇംഗ്ലീഷ് നിങ്ങളെ കുറച്ച് ബുദ്ധിമുട്ടിപ്പിക്കും അല്ലേ. അതേപോലെ നിങ്ങളൊരു ഇംഗ്ലീഷ് മീഡിയം പഠിച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. മലയാളം നിങ്ങളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിക്കും. ഞാൻ തീരെ പറ്റില്ല എന്നല്ല പറയുന്നത്, നിങ്ങളെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിപ്പിക്കും. പിന്നെ ഈ ബാക്കി നമ്മളെ സ്കോർ ചെയ്യാനായിട്ടുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത് മാത്സും കറണ്ട് അഫെയർസും ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത് ഏതാണ്? കറണ്ട് അഫെയർസ് ആണല്ലേ. 20 മാർക്കാണ് കറണ്ട് അഫെയർസിനുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതാണ്? കറണ്ട് അഫെയർസ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ടോപ്പിക്കും അല്ലേ, ഓരോ ടോപ്പിക്കിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണോ അത് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഈ മാത്സ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈസി ആയിട്ട് വരുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കുറച്ച് പേർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, എന്നാലും നമ്മളൊന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് നേടിയെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഈ 4 ടോപ്പിക്സാണ് നിങ്ങൾ ഏതൊരു സിലബസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കേണ്ടത് നിങ്ങൾ ഈ ഒരു 4 ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് ഏതാണെന്നറിയോ? അടുത്തെന്ന് പറയുന്നത് സുപ്രധാന നിയമങ്ങൾ, അതുപോലെ തന്നെ കേരള ഭരണ സംവിധാനവും, എക്കണോമിക്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് പഠിക്കാനുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത്യാവശ്യം ഒന്ന് മനസ്സിലാക്കിയിട്ടും ആവശ്യമുള്ളത് മാത്രം പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. കാരണം റിപ്പീറ്റഡ് ആയിട്ടും ചോദിച്ചു വന്ന രീതിയിൽ തന്നെയും പലതും റിപ്പീറ്റഡായി ചോദിക്കുന്നൊരു ഇത് PSCക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ NCERT ബുക്സ്. NCERT എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? +1 +2ൻ്റെ NCERTയും 5 to 10 SCERTയും നിങ്ങൾ ജസ്റ്റ് നന്നായി നിങ്ങളൊന്ന് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര മാർക്കായി? നമുക്ക് ഇതും കൂടെ ചേർത്തിട്ട് 20 മാർക്കായി. അപ്പോൾ എത്രയായി? 70 മാർക്ക് അല്ലേ. 70 മാർക്ക് ഇപ്പോൾ നമുക്കായി. ബാക്കി നമുക്ക് എത്രയാണുള്ളത്? ബാക്കി നമുക്ക് 30 മാർക്ക് അല്ലേ. ബാക്കി 30 മാർക്കാണ്. അതിൽ ചരിത്രം, ഭൂമിശാസ്ത്രം, അതുപോലെ തന്നെ സയൻസ് അല്ലേ, സയൻസ്, കലാകായികം, കമ്പ്യൂട്ടർ, ഇത്രയും കാര്യങ്ങളാണ് ബാക്കി 30 മാർക്കിൽ വരുന്നത്. ഓക്കെ, ഞാൻ പറയുകയാണെങ്കിൽ ഈ ബാക്കിയുള്ളത് നിങ്ങൾ കുറച്ചുകൂടെ ലാസ്റ്റിലോട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. ലാസ്റ്റിലോട്ട് വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നിങ്ങൾ കുറച്ചുകൂടെ ഇതൊന്ന് നിങ്ങൾ SCERT നിങ്ങൾ നന്നായി ഒന്ന് കവർ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അതായത് ഈ നമ്മുടെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്നുള്ളത് നിങ്ങൾ നല്ല രീതിയിലൊന്ന് SCERT നിങ്ങളൊന്ന് കവർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത്
ഈ ഒരു 70 മാർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 30 മാർക്കിനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ ഏറ്റവും പുതിയതായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും വിത്ത് റിലേറ്റഡ് ഫാക്ട്സും. ഓക്കെ, നമ്മുടെ ചരിത്രമാണെങ്കിലും ശരി, നമ്മുടെ ഭൂമിശാസ്ത്രമാണെങ്കിലും ശരി, അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടർ, കലാകായികം സാഹിത്യവും അതുപോലെ തന്നെ SCERT സാഹിത്യമൊക്കെ SCERTയുടെ ഒക്കെ നിറയെ ഉണ്ട് കേട്ടോ, നമ്മുടെ മലയാളം ഭാഗത്തിലൊക്കെ നിറയെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളും SCERT അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കിയുള്ളതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല, ബാക്കിയുള്ളതൊന്നും പഠിക്കരുത്, ഇത് മാത്രം പഠിക്കണം, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതായത് ജസ്റ്റ് നമ്മൾ ഇതിനൊരു 1 hour വെച്ച് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിന് 30 minutes വീതം കൊടുത്താൽ മതി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 4 ടോപ്പിക്സ് ഉണ്ടല്ലോ, ഈ ഒരു 4 ടോപ്പിക്സ് പഠിക്കാനായിട്ട് നമുക്ക് നല്ല മടിയുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കറണ്ട് അഫയേഴ്സ് എന്നൊന്നും പറയുന്നത് അത്ര പഠിക്കാൻ സുഖമുള്ളൊരു ഏർപ്പാടല്ല കറണ്ട് അഫയേഴ്സ്. ഓക്കെ, എന്തായാലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് പോകുന്നതല്ല അല്ലേ. അതായത് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നു, ജസ്റ്റ് ഓക്കെ അത് തീർക്കുന്നു, കഴിഞ്ഞു, പിന്നെ അടുത്തത്, അങ്ങനെ പോകുന്നതാണ്. അല്ലാതെ നമ്മുടെ ഈ സുപ്രധാന നിയമങ്ങളോ കോൺസ്റ്റിറ്റ്യൂഷനോ ഒക്കെ പഠിക്കുന്നത് പോലെ റിലേറ്റ് ചെയ്ത് ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ 1/2 പേജോ ആയിട്ട് പോകുന്ന കാര്യങ്ങളല്ല, ജസ്റ്റ് 1 വേർഡിൽ തീരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ ഉറക്കം വരും, നല്ല രീതിയിൽ മടുപ്പുണ്ടാവും, നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ വിട്ടുകൊടുക്കാതെ പഠിക്കുക. ഓക്കെ, എന്തായാലും ഈ സംഭവങ്ങൾ നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായല്ലോ. അതായത് ഈ 4 ടോപ്പിക്കുകളും നിങ്ങൾ ഡെയിലി 1 hour വെച്ച് നിങ്ങൾ പഠിക്കുക. പിന്നീട് നിങ്ങൾ എടുക്കേണ്ടത് സുപ്രധാന നിയമങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്, അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങളും എടുക്കുക. അതിനുശേഷം സയൻസ് എടുക്കുക. അതിനുശേഷം മാത്രം ചരിത്രം, ഭൂമിശാസ്ത്രം എന്നുള്ള ഭാഗത്തോട്ട് നിങ്ങൾ പോയാൽ മതി. അത് പോകുന്ന സമയത്ത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സുമായിട്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ വരുന്നത് അല്ലേ. ചരിത്രം 5 മാർക്കിനാണ് വരുന്നത്. നോക്കൂ ഇവിടെ എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ടെന്നുള്ളത് നോക്കൂ. കേരളം പഠിക്കണം, ഇന്ത്യ പഠിക്കണം, അതുപോലെ തന്നെ ലോകം പഠിക്കണം അല്ലേ. ഇതിൽ എത്ര വരുന്നുണ്ട്, എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. യൂറോപ്യന്മാർ, മാർത്താണ്ഡവർമ്മ, നവോത്ഥാനം, അതുപോലെ തന്നെ കേരള ചരിത്രത്തിൻ്റെ സ്രോതസ്സ്, 1956 ശേഷമുള്ള കേരളം, അതുപോലെ തന്നെ ഇന്ത്യ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ചരിത്രം, ബ്രിട്ടീഷ് ചരിത്രം, സ്വാതന്ത്ര്യ സമരം, INC, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയമൊന്നും നമുക്ക് പോരാ. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോയിട്ട് ബാക്കിയുള്ള ടോപ്പിക്സ് നിങ്ങൾ വിട്ടുപോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പിന്നെ ഇതാണ്ടോ ലോകം വരുന്നുണ്ട്, ഇംഗ്ലണ്ട്, അമേരിക്ക, ഫ്രഞ്ച്, റഷ്യ എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഭൂമിശാസ്ത്രത്തിനും സെയിം തന്നെയാണ്. എന്താണ് ഭൂമിശാസ്ത്രം വരുന്ന സമയത്ത് ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങൾ ചോദിക്കുന്നുണ്ട്, അതിൽ ഇന്ത്യ ചോദിക്കുന്നുണ്ട്, കേരളം ചോദിക്കുന്നുണ്ട്. കണ്ടോ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് 5 മാർക്ക് നമുക്ക് നേടാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ നിങ്ങളിവിടെ നോക്കൂ, കണ്ടോ, എക്കണോമിക്സ് നോക്കൂ, 5 മാർക്ക് അല്ലേ. അതായത് സാമ്പത്തിക രംഗം, പഞ്ചവത്സര പദ്ധതി, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനം, കാർഷിക വിള ധാതുക്കൾ, ഹരിത വിപ്ലവം, ഇതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സും വരും. ഓക്കെ, ഇതെല്ലാം കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടായിരിക്കും കേട്ടോ കറണ്ട് അഫയേഴ്സും ചോദിക്കുക. അപ്പോൾ ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് അനുസരിച്ച് NCERT ആണ് അവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ പല എക്സാമുകൾക്കും നമ്മുടെ +1 ഭാഗത്തു നിന്നും ഒരുപാട് എക്കണോമിക്സ് ഇതിൽ നിന്ന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവർ കൂടുതലായിട്ടും കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കണ്ടോ, കോൺസ്റ്റിറ്റ്യൂഷനും ഒരുവിധം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അടുത്തത് എന്താണ്, കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും. കണ്ടോ, 5 മാർക്ക് ഇവിടെയും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഏതാണ്, പിന്നെ ഞാൻ പറയുന്നത് ഇതാണ്ടോ നമ്മുടെ ഇംഗ്ലീഷിൽ ഗ്രാമർ കാര്യങ്ങൾ 5 മാർക്കിന്, അതുപോലെ തന്നെ നമ്മുടെ വൊക്കാബുലറിയും കാര്യങ്ങളും 5 മാർക്കിന്. ഓക്കെ, ഇത് അത്ര വലിയ പാടുള്ള പരിപാടിയൊന്നും അല്ല, നമ്മളും പഠിച്ചതാണ്. തുടങ്ങുന്ന സമയത്ത് ബുദ്ധിമുട്ടുള്ള ആൾക്കായി തോന്നും, പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് ഇതൊക്കെ അങ്ങോട്ട് ശീലമായിക്കോളും. ഓക്കെ, അടുത്തത് എന്താണ്, അടുത്തത് മലയാളം അല്ലേ. മലയാളത്തിൽ വിചാരിച്ചു കഴിഞ്ഞാൽ 10 മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് PSC സിലബസിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മലയാളമാണെന്ന്. കാരണം ഒന്ന് ബുദ്ധിമുട്ടി കഴിഞ്ഞാൽ നമുക്ക് 10 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് സിലബസ് എന്ന് പറയുന്നത് അല്ലേ. ഇതിൽ കണ്ടോ, മാത്സിൽ ഇത്രയും വരുന്നുണ്ട്. മാത്സിൽ നമ്മുടെ ലഘുഗണിതത്തിൽ വരുന്നുണ്ട്, മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും പരിശോധനയും അല്ലേ. ഇതിൽ ഇത്ര വരുന്നുണ്ട്. മെൻ്റൽ എബിലിറ്റിയിൽ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ സുപ്രധാന നിയമങ്ങൾ, ഇത് കണ്ട് പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുറച്ച് ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത എന്താണ്, ഇതാ നമ്മുടെ കമ്പ്യൂട്ടർ 3 മാർക്കിനാണ് അല്ലേ. കമ്പ്യൂട്ടർ 3 മാർക്കിന്. സാഹിത്യം
കായികം, കല, ഇതുണ്ടോ, ഇതൊക്കെ കുറച്ചുണ്ട്. ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം, അതുപോലെ തന്നെ നമ്മുടെ രസതന്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം പഠിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സെക്കൻഡായിട്ട് നമ്മളത് നോക്കാനായിട്ട് പറയുന്നത്. ഓക്കെ, അതിന് ശേഷമാണ് ഈ ചരിത്രവും ഭൂമിശാസ്ത്രവും നോക്കാനായിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സിലബസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പഠിക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കിയുള്ളത് പഠിക്കേണ്ടെന്നല്ല, ഈ ഒരു ഭാഗത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബാക്കിയുള്ളത് ഓരോ ഇതായിട്ട് നോക്കുക. പഠിക്കാനിരിക്കുന്ന ടൈമിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കുന്ന സിലബസ് ഏതാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന എക്സാം ഏതാണെന്നുള്ളൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ നമുക്ക് വേണം. അതിൻ്റെ ഒരു സിലബസ് നമ്മൾ എടുത്ത് വെക്കണം. കറക്റ്റായിട്ടുള്ളൊരു ടൈം ടേബിൾ നമ്മൾ ഫോളോ ചെയ്യണം. കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിക്കാനായിട്ട് പറ്റണം. ഓക്കെ, ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ടൈമിൽ ആ ടൈം ടേബിൾ നമുക്ക് എല്ലാ ദിവസവും കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ ആ ടൈം ടേബിൾ നമ്മൾ കൊണ്ടുപോകുന്ന ടൈമിൽ, അതായത് ഇന്നിപ്പോൾ 5 മണിക്കൂർ പഠിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, ആ 5 മണിക്കൂർ പഠിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അതും കൂടെ കോമ്പൻസേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് മാക്സിമം നോക്കുക. ഓക്കെ, അതുപോലെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പഠിക്കാനായിട്ട് ശ്രമിക്കുക. SCERT കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ SCERT എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ 5 മുതൽ 10 വരെയുള്ള SCERT മലയാളം, ഓക്കെ, പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ മലയാളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല, അത് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ SCERT ബുക്ക് വേണം എന്നുള്ള, SCERT ക്വസ്റ്റ്യൻസ് വേണം എന്നുള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് പ്ലേലിസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്താൽ മതി, ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും പുതിയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 2025 ചോദിച്ചിട്ടുള്ള ഏറ്റവും പുതിയ ചോദ്യങ്ങളും നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സിലബസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞാലോ. ഇതാണ് കേട്ടോ നമ്മൾ മലയാളത്തിൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ 9th സ്റ്റാൻഡേർഡിൻ്റെ ആണ്. നമ്മൾ മലയാളത്തിൻ്റെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുണ്ട് എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനലൊന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. മലയാളത്തിൻ്റെ നമുക്ക് എന്തായാലും SCERT മാർക്ക് നഷ്ടാവില്ല. ഓക്കെ, ഇത് ആവശ്യമുള്ളത് മാത്രം ഒരു PDF ആക്കി എടുത്തിട്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം, എങ്ങനെയാണ് മാർക്ക് ഇമ്പ്രൂവ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ സെയിം മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു സിലബസ് കാണിച്ച് ഞാൻ നിങ്ങളോട് ഇത്രയും നേരം എന്താണോ പറഞ്ഞത് ആ ഒരു മെത്തേഡ് തന്നെയാണ് ഞാൻ എൻ്റെ പഠനത്തിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഈ ഒരു PSC ഒരു മേഖലയിൽ എന്താ പറയുക, ഒരു തുടക്കക്കാരനാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ബിഗിനറായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായിക്കോളുക. ഓക്കെ, സ്ട്രഗിൾ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറായിക്കോളുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എക്സാം എളുപ്പമായിരിക്കില്ല, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതിൻ്റെ റിസൾട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു എക്സാം എഴുതിയതും എനിക്കിപ്പോൾ തന്നെ ജോലി കിട്ടണം എന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നോക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ വരുന്ന ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് നിങ്ങൾ പ്രാപ്തരായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഈ PSC ഒരു പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ എഴുതി കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് നിർത്തും, പിന്നെ നമ്മൾ ഇതിലോട്ട് നിൽക്കില്ല, പിന്നെ കുറച്ച് കഴിയും നമ്മൾ വീണ്ടും വരും, പിന്നെയും നമ്മൾ എഴുതും, പിന്നെയും നമ്മൾ പഠിക്കും, പിന്നെയും നമ്മൾ പോകും. ഓക്കെ, ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കിതിൽ സക്സസ് ആവാനായിട്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, PSC ഒരു ഇതനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്കിതിൽ രക്ഷപ്പെടാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ സ്ട്രഗിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ല പണിയും നോക്കുന്നതായിരിക്കും നല്ലത്. ഇതിലോട്ട് നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ എന്നെപ്പോലെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടും. കാരണം എന്താണെന്നറിയോ, എനിക്ക് കോച്ചിങ് പറ്റില്ല, എനിക്ക് കമ്പൈൻ സ്റ്റഡി എനിക്ക് പറ്റില്ല. ഞാൻ ആകെ ചെയ്യുന്നത് സെൽഫ് സ്റ്റഡിയാണ്, ഒറ്റയ്ക്ക് ഇരുന്നാണ് ഞാൻ പഠിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊരു കോച്ചിങ്ങിന് പോയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടിരുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ആരും നിങ്ങളെ ഒന്നിനും സ്ട്രഗിൾ ചെയ്ത് വിടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങളുടെ കംഫർട്ടായിട്ടുള്ള ആ ഒരു ഇതെന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പഠിക്കാനായിട്ട് നോക്കുക. ഓക്കെ, വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ PSC ഇതിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ. നമ്മൾ ആദ്യം തളർത്തുന്നത് എന്താ അറിയോ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ 5 മാർക്കോ 10 മാർക്കോ പോലും നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടെയാണ് നമ്മുടെ ആദ്യത്തെ ആ ഒരു
ഇത് നമുക്ക് അല്ലേ, ആ ഒരു വിഷമം നമുക്ക് തുടങ്ങാം. എന്തുകൊണ്ട് എനിക്ക് മാത്രം സ്കോർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് തുടങ്ങുന്നത്. ഒട്ടും വിഷമിക്കേണ്ട, അത് എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, നമ്മൾ ഗ്രാജുവലി നമ്മളിങ്ങനെ ഇമ്പ്രൂവായി നമ്മൾ വന്നോളൂ. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല രീതിക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മാർക്ക് എത്രയായിരുന്നു, 770 സംതിങ് ഒക്കെ ആയൊരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ രീതിയിലുള്ള എൻ്റെ പഠനം കൊണ്ട് തന്നെയാണ് ഞാൻ നേടിയെടുത്തിട്ടുള്ളത്. ഓക്കെ, കറക്റ്റായിട്ടുള്ള ആ ഒരു പഠിത്തവും അതുപോലെ തന്നെ ഈ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യലും ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പഠനവും അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ട് ഞാൻ നേടിയെടുത്താണ്. പക്ഷേ എനിക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പ് വരാൻ തുടങ്ങി, ഇടയിൽ കുറേ കാര്യങ്ങൾ വന്ന് ഗ്യാപ്പ് വരാൻ തുടങ്ങിയതിലാണ് എൻ്റെ ആ പഠിത്തത്തിൻ്റെ ആ ഒരു ഫ്ലോ അങ്ങ് വിട്ടുപോയത്. അപ്പോൾ വീണ്ടും ഞാനിപ്പോൾ ആ ഒരു ഇതിലോട്ട് കയറിയിട്ടുണ്ട്. പിന്നെ എന്തായാലും ഒന്നില്ലെങ്കിൽ ജോലി, അല്ലെങ്കിൽ വേറെ ഓപ്ഷനില്ല. അപ്പോൾ ജോലി എന്നുള്ളൊരു ഇത് തന്നെ ഉള്ളൂ, വേറൊരു ഓപ്ഷൻ ഇനി ഇല്ല, അതാണ് സത്യം. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കയറി വന്ന ഉടനെ ഒന്നും നല്ല മാർക്കോ 50 മാർക്കോ 60 മാർക്കോ ഒന്നും നമുക്ക് കിട്ടില്ല. ടൈം എടുക്കും. തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സിലബസ് വെച്ച് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞ് ഒരു ടോപ്പിക്ക് തീർക്കുമ്പോൾ യൂട്യൂബിലൊക്കെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡെയിലി ചെയ്ത് നോക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഡെയിലി ഓരോന്നെടുത്ത് ചെയ്ത് നോക്കുക, തെറ്റുന്നത് പഠിക്കുക. അങ്ങനെ അതുപോലെ ഒരു ടോപ്പിക്ക് കഴിയുന്ന സമയത്ത് നമ്മുടെ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും. ആ ടോപ്പിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ വരും, അതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എത്ര എണ്ണം തെറ്റ് വരുന്നുണ്ട് എന്നുള്ളത് നോക്കുക. അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ SCERTക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ അത് പഠിക്കുക. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബോ അതുപോലുള്ള ഓരോ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് അതിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഗ്രാജുവലി നിങ്ങൾ എന്തായാലും നല്ലൊരു സ്കോറിലോട്ട് എത്തും. ടൈം എടുക്കും. ഓക്കെ, ക്ഷമ വേണം, സമയം എടുക്കും, കുറച്ച് ടൈം എടുക്കും. പക്ഷെ എന്നാലും നിങ്ങൾ നല്ലൊരു സ്കോറിലോട്ട് എത്തും. ഞാനും ഇതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുള്ളത്, ഒരു ബിഗിനറായിട്ടുള്ള ഒരു വ്യക്തി എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല രീതിക്ക് പഠിക്കുക. എന്തായാലും നിങ്ങൾക്കൊരു സക്സസ്സിലെത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഏത് എക്സാമാണ് എഴുതുന്നതെന്നുള്ളത് ആദ്യം ഒന്ന് ഫൈനലൈസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സിലബസ് എടുത്തതിന് ശേഷം മാത്രം അതിൻ്റെ പിന്നാലെ പോവുക. ഓക്കെ, അപ്പോൾ ഇന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല, ഇത്രേ പറയാനായിട്ടുള്ളൂ. സ്റ്റഡി വ്ളോഗ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ സ്റ്റഡി വ്ളോഗ് ഇട്ടോളാം. ഓക്കെ, ഞാൻ സ്റ്റഡി വ്ളോഗ് അങ്ങനെ ചെയ്യില്ല എന്ന് വിചാരിച്ചാണ്. കാരണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെയുള്ള SCERTൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പോവുകയാണ്. പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം കേട്ടോ, എന്തായാലും ഇട്ട് തരാം. അപ്പോൾ വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം കാണാം. അതിന് മുമ്പായിട്ട് ചാനലൊന്ന് ചെക്ക് ചെയ്യുക. SCERTയും ക്വസ്റ്റ്യൻസും വേറെ ക്ലാസ്സുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണ്ടവർ കാണുക കേട്ടോ.